വണ്ടിപ്പെരിയാർ തേക്കടി ഭാഗത്തേക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ബോർഡ് കണ്ടില്ലേ? ഇനിയിപ്പം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായി ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിതാ ചായത്തോട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇതേ ചായത്തോട്ടം തുടങ്ങിയിരിക്കുന്നത് ഫോറസ്റ്റ് ഏരിയ. ഫോറിനേഴ്സൊക്കെ അവിടെ വന്നിട്ട് സഫാരിയായിട്ട് ഒക്കെ സഫാരിയാണ്. ഇവിടുന്ന് സഫാരി പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഫോറിനേഴ്സ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വള്ളക്കടവ് അല്ലേ? വള്ളക്കടവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഉണ്ടോ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയിരിക്കണം. ഇതൊക്കെ സഫാരി പോകാനുള്ള വണ്ടികളാണേ. കുറേ വണ്ടികളുണ്ട്. ഇപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നേരെ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ പരുന്തുംപാറ പോയിട്ടുണ്ട്. ഇത് പുതിയ റൂട്ടിലൂടെയാണ് പോകുന്നത്. നല്ല രസമുള്ള റൂട്ടാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരുപാട് നേരത്തെ താമസ സ്ഥലത്തെത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഗവിയിൽ നിന്നുള്ള വരവാണ്. നല്ല രസമുണ്ടല്ലേ വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മേഘങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് അല്ലേ? ഏകദേശം സന്ധ്യയോട് അടുക്കാറായി സമയം. ഇടക്ക മരങ്ങളും അതുപോലെ തന്നെ ആ മേഘങ്ങളുടെ ചിത്രം വരച്ചു വെച്ച പോലെ ഉണ്ടല്ലേ? എന്ത് രസമാണല്ലേ? അപ്പോൾ നമ്മളങ്ങനെ പരുന്തുംപാറ അതിലേക്ക് കയറുന്ന എൻട്രൻസിലേക്ക് എത്തി കേട്ടോ. ഇതൊക്കെയാണ് പരുന്തുംപാറ കാഴ്ചകൾ. വന്നപ്പോൾ തന്നെ കിട്ടിയിരുന്നില്ലേ വണ്ടിയുടെ മുകളിൽ. നമ്മുടെ മലപ്പുറത്തുള്ള ഏതോ ഗടികളാണെന്നാ തോന്നുന്നു എനിക്ക്. ഇപ്പോൾ പരുന്തുംപാറ എത്തി. തണുപ്പുണ്ട് കുറച്ചാ, വലിയ തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റും. സാധാരണ ഇവിടെ വിസിബിളായിട്ട് കിട്ടാറില്ല. ഈ കോടയും ആകെ പുകയായിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മുന്നോട്ട് പോയി നടന്നു കാഴ്ചകളാണ് കേട്ടോ ഇത്. വൈകുന്നേരത്തെ പരുന്തുംപാറ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരുന്തുംപാറയിലെ കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇവിടെ ആരൊക്കെ വന്നിട്ടാ ഇതാണ് ജഗതി പറഞ്ഞ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ എന്ന് പറഞ്ഞത്. ആരൊക്കെ വന്നിരുന്നു രാത്രി? ആണോ? നല്ല ബഹളായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇതൊന്നും മനസ്സിലായിരുന്നില്ല. റോഡ് ഇവിടെ കുറച്ച് ഉള്ളിലുള്ള ഭാഗമാണിത്. ഇവിടെ ആനയും ഇതൊക്കെ വരുന്ന വൈൽഡ് ആനിമൽസൊക്കെ വരുന്ന സ്ഥലമാണ് അത്രേ ഇതിന് മുന്നിൽ. കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്ന ആൾ. ഇതാണ് നമ്മുടെ റൂട്ട്. നല്ല രസമില്ലേ കാണാൻ? എൻ്റെ ഫ്രണ്ട് അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ തൊട്ട് മുന്നിലുള്ള മരത്തിൻ്റെ ഒരു വണ്ണം നോക്കി. ഇത് തേക്കാണെന്ന് തോന്നുന്നു. അല്ലേ? തേക്കല്ല, ഇത് വേറെന്തോ. അല്ല, ഭയങ്കര വണ്ണമാണ്. തേക്കല്ലെങ്കിൽ പിന്നെ
വേറെന്തോ ഒരു മരം, പേരറിയാത്തൊരു മരം അങ്ങനെ പറയാം അല്ലേ. നമ്മൾ അങ്ങനെ കുമളിയിൽ ഇന്നലെ താമസിച്ചു. രാത്രിയായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തില്ല. തേനി, ഡിണ്ടിഗൽ, മധുര വഴി നമ്മൾ പോവാണ്. ഇവിടെ നമ്മൾ പോകുന്നത് മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മേഘമലൈ എന്ന് തമിഴിൽ പറയും. നമ്മൾ കുമളിയിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പിന്നെ ആ കമ്പന്തേനി റൂട്ടിൽ കയറും. അവിടെ നിന്ന് ചിന്നമണ്ണൂർ പോയിട്ട് അവിടെ നിന്നാണ് മേഘമലയ്ക്ക് പോവുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോ കുമളി ടൗൺ ആണേ. ശബരിമല സീസണായിട്ട് ഭയങ്കര റഷാണ് ഇവിടെ. കണ്ടമാനം വണ്ടികൾ ഇന്നലെ ഇവിടെ ടൗണിലുണ്ടായിരുന്നു. ഈ കേരള ചിപ്സിന്റെ ഒരു കടകളുടെ ഒരു കളിയാണ് ഈ കുമളി വണ്ടിപ്പെരിയാർ റൂട്ടിൽ മുഴുവൻ. അവിടെ നിന്ന് ഈ ചിപ്സും ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ ക്യാനിലാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര കച്ചവടാ, ഹലുവ കച്ചവടം. മുഴുവൻ അയ്യപ്പന്മാരാണ്. ടൈഗർ കുമളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ആ അതെ അതെ, മുല്ലപ്പെരിയാറിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ആ ഒരു പെൻസ്റ്റോക്ക് ഈ റൂട്ടിലാണ്. അത് താഴേക്ക് പോകുന്ന കാണും. കേരളം കഴിഞ്ഞ് തമിഴ്നാട് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ കാലാവസ്ഥയും സംഗതികളൊക്കെ ഭയങ്കര ചേഞ്ചാണ്. ആ ഒരു ടെറൈനേ മാറും. ഇപ്പം നമ്മൾ കമ്പന്തേനി ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗം കേരളമാണ് കേട്ടോ. ആ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു പർവ്വതങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ താഴേക്ക് ഇറങ്ങിയാൽ ഓപ്പോസിറ്റാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് പോകുന്ന മല കാണാൻ പറ്റും. ആണ് പെൻസ്റ്റോക്ക്. ആ മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്ന പെൻസ്റ്റോക്ക് ആണ്. ഇത് ഭൂമിയുടെ അടിയോട് പോകണം. ഇവിടെ താഴേക്ക് പോകും. അതേ പൈപ്പ് താഴെ ഉണ്ടാവും അല്ലേ? ആ ഇതാ ആ പെൻസ്റ്റോക്ക്. നമ്മൾ ആ മോളിൽ നിന്ന് കണ്ടില്ലേ, അത് താഴേക്ക് വരുന്ന ഒരു വരവാണ് കേട്ടോ ഇത്. ആഹാ, വെള്ളം വരികയാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളമാണേ. നമ്മുടെ വെള്ളം ഊറ്റിക്കൊണ്ട് പോവാണ്. പണ്ടെങ്ങാണ്ട് രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു കരാറ്, ആ കരാറിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു പഴയ ഡാമും വെച്ചിട്ടുള്ള കളിയാണ്. ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് 501 കിലോമീറ്ററാണ്. ചെന്നൈക്ക് 551 കേട്ടോ. മധുരയും 130. ഇത് തേനി ഡിണ്ടിഗൽ റൂട്ടാണ്. തേനി ഡിണ്ടിഗൽ റൂട്ട്. ആ തമിഴ്നാട് എത്തിയപ്പോൾ കൃഷിഭൂമികൾ കണ്ടില്ലേ? ഇപ്പുറം മുഴുവൻ തെങ്ങാണ്. ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് കേരന്തിങ്ങും കേരള നാട് അല്ലേ, അതൊക്കെ പോയിട്ട് ഇപ്പൊ തമിഴ്നാടാണ് മുഴുവൻ തെങ്ങും. നമ്മുടെ ഇളനീര് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ പച്ചക്കറി ആവട്ടെ, ഞാൻ നോക്കിയ വാഴയാണ്. ആ ഭാഗം മുഴുവൻ വാഴ കൃഷിയാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വാഴ കൃഷി നടത്തുകയാണ്. കണ്ടോ, ആ മുഴുവൻ വാഴ കൃഷിയാണ്. ഈ ഭാഗത്ത് തെങ്ങും വാഴയാണ് പ്രധാനമായിട്ട് കാണുന്നത് കേട്ടോ. ഏക്കർ കണക്കിനാണ് വാഴ. ഇതാണ് ഈ ഒരു ഏരിയയിലേക്ക് കേരളം വിട്ട് കഴിഞ്ഞാലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. ഇത് കരിമ്പാണെന്ന് തോന്നുന്നു. എന്താ അത് ഈ ഭാഗത്തൊരു ഭംഗി നോക്കിയാൽ വെസ്റ്റേൺ ഗാർഡ്സിന്റെ. നമ്മളവിടെയൊക്കെ പിന്നെ വെസ്റ്റേൺ ഗാർഡ്സ് മുഴുവൻ ഫോറസ്റ്റ് ആണ്. ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നോക്കിയേ വെറും പാറയാണ്. പുല്ലുകൊണ്ടോന്നുണ്ട്. പുല്ല് ബൈക്കിൽ പുല്ലുകൊണ്ടുമാണ്. ഒരു ബൈക്ക് അതിൽ പുല്ല് നിറയെ. സൈഡാണ് കേട്ടോ ഭംഗി ആ ഭാഗം.
നിറയെ വാഴകളാണ് കേട്ടോ. ഇത് വലുപ്പുള്ള വാഴയാണ്. ഓ നോക്കിയേ, തേനി 40 കിലോമീറ്റർ കേട്ടോ. ഇവിടെ ദിണ്ടിഗലിലേക്ക് 114 കിലോമീറ്ററും മധുരൈ 115 കിലോമീറ്ററും കേട്ടോ. അതെ അതെ, നിറയെ ചോളകൃഷിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് ആ മഞ്ഞ നിറത്തിലേ, നല്ല രസമുണ്ട് കാണാൻ. ിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടങ്ങളാണ്. ഈ കമ്പന്തേനി റൂട്ടിലേ എവിടെ നോക്കിയാലും മുന്തിരിത്തോട്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചിന്നമണ്ണൂർ എന്ന് പറഞ്ഞ ടൗണിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറും കൂടെ യാത്രയുണ്ട് നമുക്ക് മേഘമലയ്ക്ക്. ബോർഡ് കാണിച്ചിട്ടുണ്ട് മേഘമലയ്ക്ക് 30 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇതിപ്പോ ഒരു പക്ക തമിഴ് സ്റ്റൈലുള്ള ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഒരു കുടിസ് റോഡാണ്, ഇടുങ്ങിയ റോഡാണ്, പൊടിയാണ്. ചുറ്റും മരങ്ങൾ വെച്ചിട്ടേ പുളിമരമാണ്, പുളിമരം. എന്ത് ഭംഗിയുണ്ടെന്നറിയാം. കാറ്റാടി യന്ത്രങ്ങളെ വലിയ ഈ മരങ്ങൾ മറന്നിട്ട് പെട്ടെന്ന് കാണുന്നുണ്ട്. അല്ല കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ടല്ലേ നിങ്ങള്? എന്ത് രസാണ്. ഇത് കുറച്ചും കൂടെ രാവിലെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും, അടിപൊളിയായിരിക്കും. ഇതാണ് തമിഴ്. അടിപൊളി കാഴ്ച. മേഘമലൈ 24 കിലോമീറ്റേഴ്സ്. പൊളി പൊളി പൊളി. ഇതിലൊരു രസം പറഞ്ഞുതരാം. ഓരോ കാറ്റാടി മരത്തിന്റെ ആ തൂണില്ലേ, പില്ലറ്, അതിനിങ്ങനെ പേര് കൊടുത്തിരിക്കാം. തങ്കം, സുലോചന, തെൻപളനി. ഒരു ബോർഡാണ് തെൻപളനി. മേഘമലൈ തെൻപളനി. യെസ്, ആ കാണുന്നതാണ് മക്കളെ മേഘമലൈ. കേട്ടോ, ആ മലേന്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ അങ്ങനെ മേഘമലൈ ചെക്ക് പോസ്റ്റിലേക്ക്, മേഘമലൈ ഹൈവേസ് ലേക്ക്. ഇതാണ് ഹൈവേസ് ലേക്ക് കേട്ടോ. 26 കിലോമീറ്റർ. ഈ ലേക്കിൻ്റെ അവിടെ നമ്മൾ പോകും. ഹൈവേസ് ലേക്ക്. കടലാസുമായിട്ട് പോയിക്കോ. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് പറയുന്നത്. നമ്മൾ വെള്ളത്തിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലേക്ക് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. നമ്മൾ മേഘമലയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെയർ പിന്നാണ് കേട്ടോ. ചുരമാണ്. ഹെയർ പിൻ ബെൻഡുകൾ കടന്നു പോകണം. ഇവിടെയൊക്കെ
പണ്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡായിരുന്നു. പിന്നെ ആ എടുത്തോ. ഇതാണ് ബോട്ടം ക്യാമ്പ്. ഇവിടെ എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. ചായ ഉണ്ട്, ചായ ഉണ്ട്. പതിനാല് ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു. 18 ഹെയർ പിൻ ബെൻഡ് ആകെ ഉള്ളത് കേട്ടോ. എല്ലായിക്കലും ബോർഡ് വെച്ചിട്ടുണ്ട്, വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ എന്നിട്ടോ. ആനപ്പിണ്ടിയൊക്കെ ധാരാളമായിട്ട് കാണാനുണ്ട്, പല സ്ഥലത്തും കണ്ടു. നേരത്തെ ചൂടോടെ ഇട്ട ആനപ്പിണ്ടി ഒരു 1/2 മണിക്കൂർ മുന്നേറ്റം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ സംഭവം. അങ്ങനെ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചു. മേഘമലയിലെ തേയിലത്തോട്ടങ്ങൾ. അടിപൊളി ക്യാൻവാസ്. ടി എസ്റ്റേറ്റ് ഇന്ത്യ ലിമിറ്റഡ്, ഹൈവേസ് എസ്റ്റേറ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയൊക്കെ ഒരു ഒന്നൊന്നര സീനറി കിട്ടിയ ആ മൊബൈലൊക്കെ ഒരു മൈനകളെ കളറിങ്. ആ പിക്ചറിങ് നോക്കിയാ എന്താ അടിപൊളിയല്ലേ നവീൻ? ഈ ഭയങ്കര ഡിഫറെന്റ് ആയില്ലേ നമ്മൾ ടെറൈൻ? എടുക്കാം ഇത് മുഴുവൻ ഇവിടത്തെ മേഘമല എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ലയങ്ങളാണ് കേട്ടോ. ഇത് മുഴുവൻ എന്ത് ഭംഗിയല്ലേ. അവിടെ ഇരുവങ്കലാർ ഡാമിലേക്ക് 20 കിലോമീറ്റർ, മഹാരാജ മേട്ടൂരിലേക്ക് 18 കിലോമീറ്റർ, ഹൈവേസിലേക്ക് 5 മിനിറ്റ്. നമുക്ക് മഹാരാജ മേട്ടൂർ വരെ പോകും. ലാസ്റ്റ് ഇരുവങ്കലാർ അവിടത്തേക്ക് പോകുമെന്നറിയില്ല. 2 കിലോമീറ്റർ റോഡിന്റെ സ്ഥിതി അറിയില്ല. മേഘമലയിൽ എന്ത് പൊളിയാണെന്നറിയോ. മാക്സിമം വ്യൂ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ മേഘമലയിലെ ഒരു മെയിൻ പോയിന്റിലാണ് ഇപ്പം നിർത്തിയിട്ടുള്ളത്. ഇവിടെ ചായത്തോട്ടങ്ങളുണ്ട്, അടിപൊളി വ്യൂ ആണ്. അതാണ് ലേക്ക്. ഡാം ഇതാണ്. KSEBയുടെ ഒരു പ്രോജക്റ്റും ഉണ്ട് അവിടെ. നമ്മളൊരു വ്യൂ പോയിന്റിലാണ് എത്തിയത്. ഹൈവേസ് പോലീസ് സ്റ്റേഷൻ ബോർഡൊക്കെ കാണാനുണ്ട്. പ്രൈവറ്റ് റോഡാണ്, നോ എൻട്രി ആണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. ഇവിടെയൊക്കെ ഇവരുടെ ലായങ്ങളാണ്, തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആ ദൂരെ കാണുന്നതൊക്കെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. തുണിയൊക്കെ അറിയിട്ടിട്ടുണ്ട്. അവിടെ നല്ലൊരു അടിപൊളി മരം കണ്ട ഞങ്ങൾ, എന്ത് രസമുണ്ട്. കാണിച്ചേരേ, ആ ചുവന്ന മരം കണ്ടോ, പൊളിയല്ലേ. അവിടെ ഒരു അമ്പലമോ എന്തോ ഉണ്ട്. ഇവിടെയാണ് ലേക്ക് എന്ന് പറയുന്നത്. ഈ മേഘമലയുടെ ഒരു ഹൃദയം ഇതാണ്. ഇവിടെ ഒരു പിന്നെ പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് സ്ഥലം. ലേക്ക് സൈഡും
ഇതൊരു പഴയൊരു ബ്രിട്ടീഷ് സ്റ്റൈലിൽ ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. സായിപ്പ്മാരുണ്ടാക്കിയാണെന്നാണ് പറയുന്നത്. ഇത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം. ഇതിൻ്റെ മുകളിൽ ഒരു ഹോസ്പിറ്റലാണുള്ളത് കേട്ടോ. ഒരു ഹോസ്പിറ്റലാണ്, ഗാർഡൻ ഹോസ്പിറ്റൽ ഹൈവേസ് എന്നാണ് അതിന് പറയുന്നത്. ഈ ഹൈവേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടി എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് ഹൈവേസ്. ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. ഇവിടെയാണ് ചെറിയൊരു കുഞ്ഞു ഹോട്ടലുള്ളത്. എന്താ ഫ്രഷ് ടീ അവൈലബിൾ, ചായ കിട്ടും. ഉള്ളിൽ പോയാൽ കേട്ടോ. യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ പോയി യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ഒരു അടിപൊളി പള്ളിയുണ്ട്, പഴയൊരു പള്ളിയാണ്. ഇതാണ് ആ പള്ളി. പള്ളി ഇതാണ് ഹൈവേസ് ടൗൺ പഞ്ചായത്ത്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ഒരു ക്ഷേത്രം. എന്താ പ്രതിഷ്ഠയെന്നൊന്നും അറിയില്ല, തമിഴിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. യൂക്കാലി മരങ്ങളാണ്, യൂക്കാലി. നന്ദി പ്രതിമയുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഉണ്ടാക്കിയ സൗകര്യം. ഇവിടെ താമസ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം. ഇതാണ് ആകെ ഇവിടെയുള്ളൊരു സൗകര്യം. ഇതാണ് ഇവിടുത്തെ ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസ് പോലുള്ളൊരു സംവിധാനമാണ്. ഇത് ബുക്ക് ചെയ്ത് വരണം എന്നാലേ കിട്ടുള്ളൂ. ഒരു പഴഞ്ചൻ കെട്ടിടമാണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള 1-2 സൗകര്യങ്ങളാണ് ആകെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. വന്നാൽ താമസിക്കാൻ അടിപൊളിയാണ്. അതല്ല കാഴ്ച ഒരു എന്താ പറയുക, ഒരു കിടിലൻ സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. മാരക വേർഷനാണ്, മാരക വേർഷൻ. അവിടെ ഒരു ചെറു ദ്വീപ് പോലെ ഒരു മൺതിട്ട, അതിൽ കുറേ മരങ്ങളും, നല്ല രസമുണ്ട്. ഇവിടെ ചായത്തോട്ടങ്ങൾ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വേറൊരു മല, അതിൻ്റെ മുകളിൽ നീലാകാശം. ഇതേ അവിടെ ഒരു കെട്ടിടമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ ഹൈവേസ്, ഈ തടാകക്കരയിലുള്ള കാഴ്ച. പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ടോ. ഇത് ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് തോന്നുന്നത്. കരിങ്കല്ലിലേ ആ ഹോസ്പിറ്റൽ ഹൗസിൻ്റെ എത്ര പഴക്കമുണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ ആശുപത്രി ഉണ്ടോ, ഗാർഡൻ ഹോസ്പിറ്റല്, അതിൻ്റെ ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ പഴക്കമുള്ളതാ. ഇത് പുതിയ ഷീറ്റാണ്, ടിൻ ഷീറ്റാണ് ഈ ഭാഗത്തുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ആ ചായത്തോട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓണേഴ്സ് പിന്നെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാവും. വേറെ ബിൽഡിങ് ഇതും ഒക്കെ തന്നെ ബംഗ്ലാവുകളാണ് കേട്ടോ. AMOS എഴുതിയിരിക്കുന്ന വുഡ് ബ്രയർ. നല്ല രസമുണ്ട് കേട്ടോ. ഇതാ കരിങ്കുരങ്ങ്. ഈ ഒരു നടപ്പ് തന്നെ എന്തൊരു മനസ്സിനൊരു സുഖമുണ്ടെന്നറിയോ. വെന്നിയാർ
ഹൈവേസ് ടൗൺ പഞ്ചായത്ത് തേനി ഡിസ്ട്രിക്ട് എന്നുള്ള ബോർഡുണ്ട്. ഇത് വെഞ്ഞാറ എസ്റ്റേറ്റ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. മറ്റൊരു ഗ്രൂപ്പാണ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ കട പോലെയാണ്, സാധനങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുക. മഹാരാജ മേട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിൽ പോയാൽ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ഗംഭീര ഏരിയകൾ കാണാൻ പറ്റും. ആ കമ്പം തേനി ഭാഗങ്ങളെ കാണും. പക്ഷെ അവിടെ ഒരു ആന നിൽപ്പുണ്ട് അത്ര. അതുകൊണ്ട് ആരും മുകളിലേക്ക് കയറ്റി വിടില്ല. ആളുകളൊക്കെ തിരിച്ചിറങ്ങണം. അവിടെ കയറാൻ പറ്റില്ല. ഒരു ആന അവിടെ നിൽക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ കേരള ഏരിയ ആണ്. ഇവിടെ ഒരു ഡാമുണ്ട്. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടിരുന്നു. എലവങ്കുലാർ ഡാമോ അങ്ങനെ എന്തായിട്ടാണ് അതിൻ്റെ പേര് പറയുന്നത്. അവിടത്തേക്ക് പോകണ പെർമിഷൻ വേണം. ഇതുവരെ നമുക്കുള്ള പെർമിഷൻ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ പോയാൽ ഞാൻ ഈ പറഞ്ഞ മഹാരാജ മേടായി. നല്ല വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. കൊച്ചിക്ക് ഇവിടുന്ന് 243 കിലോമീറ്ററാണ് കേട്ടോ ദൂരം കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്ന് ഈ റോഡ് പിന്നെ ടാർ ചെയ്തിട്ടില്ല. ഓഫ് റോഡായിരുന്നു. ജീപ്പുകൾ മാത്രമായിരുന്നു ഇതുവരെ വന്നിരുന്നത്. പക്ഷെ ആ ഓഫ് റോഡിന്റെ ഒരു സുഖം കിട്ടുന്നില്ല ഇപ്പൊ ഇതിൽ പോയപ്പോഴേ. അതെ തീർച്ചയായിട്ടും. മേഘമല, ആ പേരിന് തന്നെ എന്തോ ഒരു റിഥം ഉണ്ടല്ലേ. മേഘങ്ങളിങ്ങനെ വന്നിറങ്ങുന്ന ഒരു മല, ഒരു വ്യത്യസ്തത തോന്നുന്നല്ലേ. ഈ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ പർവ്വതങ്ങൾ, അതിൻ്റെ മുകളിലുള്ള ആ മേഘങ്ങളിങ്ങനെ നീങ്ങുന്ന കാഴ്ച. ഈ സ്ഥലം എന്തുകൊണ്ടും വളരെ വൈവിധ്യം ഉണ്ടല്ലേ. ഇവിടെ ഈ പഞ്ചായത്ത് കെട്ടിടത്തിലേ ചെറിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഊണ്, ഇലയിട്ട ഊണാണ് കേട്ടോ. എന്തൊക്കെയാണെന്നറിയില്ല. ചെറിയൊരു സൗകര്യമാണ്. ചെറിയൊരു സൗകര്യത്തിലാണ് ഭക്ഷണം. ഇതിവിടെ ഇത് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചിന്നമണ്ണൂർ കൊണ്ടുവരും ഭക്ഷണം കഴിക്കണമെങ്കിൽ. നെൽകൃഷിയാണ് കേട്ടോ. നെൽകൃഷി ഇത്രയും നേരം നമ്മൾ നെൽകൃഷി കണ്ടിരുന്നില്ല. വാഴയും അതൊക്കെയാണ് കണ്ടേ. നെൽകൃഷിയാണ്. വെസ്റ്റേൺ ഗാർഡ്സ് അത് കേരളത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ഭാഗത്ത് എവിടെയാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലാണ് വരിക. നമ്മൾ റൂട്ട് മാറി കേട്ടോ. കുമളിക്ക് പോകുന്നില്ല. ചിന്നമണ്ണൂർ എത്താനാവുമ്പോൾ അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ബോഡിമട്ട് വഴിയാണ് കയറി പോകുന്നത്. ബോഡിമട്ട് ഒന്ന് ഇറങ്ങി പൂപ്പാറ വഴി നേര്യമംഗലം, പെരുമ്പാവൂര് അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാരും കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഒരു 3 ദിവസത്തെ യാത്രയാണ് ഈ സീരീസിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഗവി ആയിരുന്നു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അപ്പോൾ ഗവി ഞാനിതുവരെ കണ്ടിരുന്നില്ല, ഞങ്ങൾ ആരും കണ്ടിരുന്നില്ല. അപ്പോൾ ഗവി ഫോറസ്റ്റ് കണ്ടു. അവിടെ നിന്ന് കുമളി വന്നു. അവിടെ നേരെ മേഘമല വന്നിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.